ഏറ്റവും വില കുറഞ്ഞ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ് റെയിൽവേ. എന്നാൽ ഈ യാത്രയ്ക്ക് പിന്നിലെ സാങ്കേതിക വിദ്യ വളരെ ചെലവേറിയതാണ്. നോക്കാം. പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിനെ നോക്കുമ്പോൾ ഓരോ പാർട്സിനും എത്ര രൂപ ചെലവാകുമെന്ന് ആരും ആലോചിക്കാറില്ല. പ്രത്യേകിച്ച് ഓരോ നിമിഷവും നൂറുകണക്കിന് ടൺ ഭാരം വഹിക്കുന്ന ചക്രങ്ങൾ. അവയുടെ മൂല്യം അറിയുമ്പോൾ സുരക്ഷയ്ക്കും കരുത്തിനും റെയിൽവേ എത്രമാത്രം പണം ചെലവഴിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ട്രാക്കുകൾ, സ്റ്റേഷനുകൾ, സിഗ്നൽ സംവിധാനങ്ങൾ, കോച്ച് നിർമ്മാണം എന്നിവയ്ക്കായി ഓരോ വർഷവും ചെലവഴിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. ഒരു ട്രെയിനിന്റെ ഓരോ ഭാഗവും, പ്രത്യേകിച്ച് ചക്രങ്ങൾ, സുരക്ഷയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കും നിർണായകമാണ്. കനത്ത ഭാരം, ഉയർന്ന വേഗത, നിരന്തരമായ സംഘർഷം എന്നിവയെ ചെറുക്കാൻ പ്രത്യേക ഉരുക്ക് അലോയ് ഉപയോഗിച്ചാണ് തീവണ്ടിയുടെ ചക്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ട്രാക്കുകളിൽ സ്ഥിരത നിലനിർത്തുന്നതിനും വഴുതിപ്പോകുന്നത് തടയുന്നതിനുമായി പ്രത്യേകമായാണ് ചക്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉയർന്ന സാങ്കേതിക വിദ്യ, ഗുണനിലവാര പരിശോധന, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ എന്നിവ പാലിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തുന്നത്. 2 തരം ട്രെയിൻ ചക്രങ്ങളുണ്ട്. തദ്ദേശീയവും ഇറക്കുമതി ചെയ്തതും. ഇറക്കുമതി ചെയ്ത ചക്രങ്ങൾക്ക് ഏകദേശം 70,000 രൂപയാണ് വില. ഈ ചക്രങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് റെയിൽവേയുടെ ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ കോച്ച് ഫാക്ടറിയിൽ കൂട്ടിച്ചേർക്കും. തദ്ദേശീയമായി നിർമ്മിച്ച ചക്രങ്ങളുടെ വില അല്പം കുറവായിരിക്കുമെങ്കിലും ഗുണനിലവാരത്തിലും ഈടിലും വിട്ടുവീഴ്ചയില്ല. ഒരു പാസഞ്ചർ കോച്ചിന് സാധാരണയായി 8 ചക്രങ്ങളുണ്ട്. ചക്രങ്ങൾക്ക് മാത്രം ഒരു കോച്ചിന് ഏകദേശം 5.6 ലക്ഷം ചെലവാകും. 14 മുതൽ 18 വരെ കോച്ചുകളുള്ള ഒരു എക്സ്പ്രസ് ട്രെയിനിന് ചക്രങ്ങളുടെ മാത്രം വില കോടികളാണ്.